ഭാരതാംബ കഴിഞ്ഞിട്ടേയുള്ളൂ ഭരണാധികാരികൾ എന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ഗ്രീക്ക് ദേവതയായ നീതി ദേവത എല്ലായിടത്തും ഉണ്ടെങ്കിൽ ഭാരത് മാതായും ആകാം. ധൈര്യമുണ്ടെങ്കിൽ ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്നത് നിരോധിക്കൂ എന്നും വെല്ലുവിളി. ഭാരത് മാതാ കഴിഞ്ഞിട്ടേ ഉള്ളൂ രാജ്ഭവൻ. ഭാരത് മാതാ കഴിഞ്ഞിട്ടേ ഉള്ളൂ രാജ്ഭവൻ. ഭാരത് മാതാ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഭരണാധികാരികളല്ല. വിവരങ്ങളുമായി ശ്രീരാജ് ബാബുവാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീരാജ്, ഇപ്പോൾ ജോർജ് കുര്യൻ രാജ്ഭവൻ പോലും ഭാരത് മാത കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. എന്തൊക്കെയാണ് കൂടുതലായി കേന്ദ്രമന്ത്രി പറഞ്ഞു വെച്ചിരുന്നത്? ബിനിൽ, അങ്ങനെ തന്നെയാണ്. രാജ്ഭവനും ഭരണാധികാരികളും എല്ലാം ഭാരതാംബ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന പ്രസ്താവനയാണ് ജോർജ് കുര്യന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഭാരതാംബ വിഷയത്തിൽ സർക്കാർ നിലപാട്, അതുപോലെ തന്നെ ഗവർണറുടെ നിലപാടിന് ഇതിനെല്ലാം പറ്റിയുള്ള ചോദ്യങ്ങൾക്കായിരുന്നു ഇത്തരത്തിലുള്ളൊരു മറുപടി കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കാവിക്കൊടിയായിരുന്നു ഇന്ത്യയുടെ കൊടി. ത്രിവർണ്ണ പതാക പിന്നീട് വന്നതാണ്. അതിനെ അംഗീകരിക്കുന്നുണ്ടോ? പണ്ടെല്ലാവരും കാവിക്കൊടിയായിരുന്നല്ലോ ഉപയോഗിച്ചത്, അതിനെല്ലാം അംഗീകരിക്കുന്നുണ്ടോ എന്നും കേന്ദ്രമന്ത്രി ചോദിക്കുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. ധൈര്യമുണ്ടെങ്കിൽ ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്നത് നിരോധിക്കൂ എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും ഈ കാവിക്കൊടി വിവാദത്തിൽ അല്ലെങ്കിൽ ഭാരതാംബ വിവാദത്തിൽ തീർത്തും ന്യായീകരണവുമായാണ് കേന്ദ്രമന്ത്രി രംഗത്തെത്തിയിരിക്കുന്നത്. അതിന് അദ്ദേഹം പറയുന്ന ന്യായീകരണങ്ങൾ ഇതൊക്കെയാണ്. എല്ലാം ഭാരതാംബ കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഭരണാധികാരികൾ, രാജ്ഭവൻ തുടങ്ങിയവയെല്ലാം തന്നെ ഭാരതാംബ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഏറ്റവും ആദ്യം ഇന്ത്യയുടെ ത്രിവർണ്ണ പതാകയൊക്കെ നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ ഇന്ത്യ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കാവിക്കൊടിയാണ്. ആ കാവിക്കൊടിയെയാണ് അംഗീകരിക്കുന്നത്. ഗവർണർക്ക് ഇഷ്ടം കാവിക്കൊടിയാണെങ്കിൽ അത് അദ്ദേഹം ഉപയോഗിച്ചോട്ടെ, നിങ്ങൾക്ക് ഏതാണോ താല്പര്യം നിങ്ങൾ അത് സ്വീകരിച്ചോളൂ എന്നുള്ള മറുപടിയും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഗവർണർ പറഞ്ഞല്ലോ, ഗവർണർക്ക് താല്പര്യം കാവിക്കൊടിയാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഗവർണർ കാവിക്കൊടി ഉപയോഗിക്കുന്നത്. അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്, അതിനുള്ള നിയമം അദ്ദേഹത്തിനുണ്ട് എന്നും ഈ കേന്ദ്രമന്ത്രി പറയുന്നു. പക്ഷേ അത് ഏത് നിയമമാണെന്ന് ഉള്ള കാര്യത്തിലൊന്നും തന്നെ ഒരു വ്യക്തതയില്ല. അത് അദ്ദേഹം അങ്ങനെ ആ ചോദ്യങ്ങളിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനമായിരുന്നു ഉണ്ടായിരുന്നത്. വീണ്ടും അദ്ദേഹം ആവർത്തിക്കുന്നത് ഇത് തന്നെയായിരുന്നു. ഗവർണർക്ക് ഇഷ്ടം കാവിക്കൊടി ഉപയോഗിക്കുന്നതാണ്. അത് രാജ്ഭവനിലായാലും എവിടെയായാലും അദ്ദേഹത്തിന് ഇഷ്ടം കാവിക്കൊടി ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് അദ്ദേഹം കാവിക്കൊടി ഏന്തിയ ഭാരതാംബയാണ് അദ്ദേഹത്തിന്റെ പരിപാടികളിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ നിങ്ങൾക്കിഷ്ടം ത്രിവർണ്ണ പതാകയാണെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിച്ചോളൂ എന്നുള്ളൊരു മറുപടി കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പത്രസമ്മേളനം തുടങ്ങിയത് ഇത്തരത്തിൽ മാധ്യമ സ്വാതന്ത്ര്യം, ഈ അടിയന്തരാവസ്ഥ കാലത്ത് മാധ്യമ സ്വാതന്ത്ര്യം അടിച്ചമർത്തപ്പെട്ടതിനെ തുടങ്ങിയൊക്കെയായിരുന്നു ഈ പത്രസമ്മേളനം വിളിച്ചുകൂട്ടിയത്. പക്ഷേ ഒടുവിൽ മാധ്യമങ്ങളുടെ ചോദ്യം ഇന്ന് JSK ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ സെൻസർ ബോർഡ് സമീപനത്തിന് അത്തരത്തിലുള്ള സ്വാതന്ത്ര്യം പോലും സിനിമകൾക്ക് നിഷേധിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടിയിലേക്ക് വന്നപ്പോൾ അദ്ദേഹം തീർത്തും ആ ഒരു ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് കൃത്യമായ ആ മറുപടിയിലേക്ക് കടക്കാതെ അതിന്റെ തുടർ നടപടികളിലേക്ക് ഇരിക്കുകയാണല്ലോ, അതിനെപ്പറ്റി നിയമപരമായി ഒഫീഷ്യലി തനിക്ക് ഒരു വിവരവുമില്ല, അതുകൊണ്ട് അതിലൊരു പ്രതികരണമില്ല എന്നുള്ള തരത്തിലായിരുന്നു ജോർജ് കുര്യന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം. എന്തായാലും വ്യക്തമാണ്. ശ്രീരാജ് ബാബുവാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഭാരതാംബ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഭരണാധികാരികൾ എന്നാണ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറയുന്നത്.